മലയാളിയാണ്. അപ്പോ ഇന്ന് ഞങ്ങളുടെ വീഡിയോ എന്ന് പറയുന്നത് ഒരു കോർവെറ്റാണ്. അതായത് കോർവെറ്റയാണോ കോർവെറ്റ് എന്നാണോ പറയേണ്ടത് എനിക്കറിയില്ല. പക്ഷെ നമുക്കിന്ന് അല്ലെങ്കിൽ ഞാനിന്ന് പറയാൻ പോകുന്നത് കോർവെറ്റ് എന്നാണ്. അപ്പോ നമുക്ക് ഇതാണ് നമ്മുടെ 1953 കോർവെറ്റ്. ഫ്രാങ്ക്ലിൻ മിന്റ് പ്രിസിഷൻ മോഡൽസ് പുറത്തിറക്കുന്ന ഒരു 1:24 സ്കെയിലുള്ള കോർവെറ്റാണ് നമ്മുടെ കയ്യിൽ ഇരിക്കുന്നത്. ഫ്രാങ്ക്ലിൻ മിന്റ് പ്രിസിഷൻ മോഡൽസ് അത്യാവശ്യം ഒരു നല്ലൊരു ബ്രാൻഡഡ് ലൈസൻസ് പ്രൊഡക്ട്സ് പുറത്തിറക്കുന്ന ഒരു കമ്പനിയാണ്. പിന്നെ അവര് ക്രാഫ്റ്റ് ചെയ്യുന്ന വണ്ടികളൊക്കെ ഹാൻഡ് മെയ്ഡാണ്. അതിൽ വിന്റേജ് ടൈപ്പ് 1953 എന്ന് പറയുമ്പോൾ തന്നെ എല്ലാവർക്കും മനസ്സിലാവും, ഇറ്റ്സ് എ വിന്റേജ് കാർ. സോ നമ്മുടെ 1953 കോർവെറ്റ് ആണുള്ളത്. അപ്പോൾ നമുക്കിത് അൺബോക്സ് ചെയ്യാം. സോ ഇച്ചിരി ടൈറ്റാണ് പുറത്തേക്ക് വരാൻ ഇവൻ. ഓക്കെ, കിട്ടിയിട്ടുണ്ട്. അപ്പൊ നമുക്ക് ബോക്സ് മാറ്റി വെക്കാം. ഈ ബോക്സിന്റെ ക്വാളിറ്റി എന്ന് പറയുന്നത് ഇത് നമുക്ക് അത്യാവശ്യം റെയർ ആയതുകൊണ്ട് ഇത് ഷോപ്പിലോ സൈറ്റിലോ അങ്ങനെയൊന്നും ഞാൻ മേടിച്ചതല്ല. ഞാൻ ഒരു സെക്കൻഡ് ഹാൻഡ് മേടിച്ചാണ്. ഒരു പുള്ളിയോട് സംസാരിച്ച് പുള്ളിയുടെ കയ്യിൽ നിന്ന് മേടിച്ച ഒരു കാറാണിത്, അല്ലെങ്കിൽ ഒരു മോഡലാണിത്. ഇത് ശരിക്കും കാർ എന്ന് പറയുന്നതിനേക്കാളും കൂടുതൽ എനിക്കിഷ്ടം പറയാൻ മോഡൽ എന്നാണ്. അപ്പോ നമ്മുടെ കയ്യിൽ ഇതിൻ്റെ കൂടെ ഒരു ലെറ്റർ ഉണ്ട്. സോ ലെറ്റർ ഞാൻ നിങ്ങളെ കാണിക്കാം. ഇതാണ് ആ ലെറ്റർ. ഷെവർലെ എന്നൊക്കെ എഴുതിയിട്ടുണ്ട്. ഇത് ഷെവി കോർവെറ്റ് അങ്ങനെയൊക്കെ പറയാറുണ്ട്. അപ്പോ നമുക്ക് ആദ്യം ഇതാണ് കാർ വരുന്ന പെട്ടി. അപ്പൊ നമുക്കിത് മാറ്റി വെച്ച് നമുക്ക് ആദ്യം ലെറ്ററിനുള്ളിൽ എന്താണ് എഴുതിയിരിക്കുന്നത് നോക്കാം. മോസ്റ്റ് ഓഫ് ഇതിന്റെ ഒരു എക്സ്പീരിയൻസ് വെച്ച് ഞാൻ പറയുവാണെങ്കിൽ ഇതൊരു ഓതറൈസേഷൻ ലെറ്റർ ആയിരിക്കും. കാരണം അവരുടെ ഷെവർലെ കമ്പനി അല്ലെങ്കിൽ കോർവെറ്റ് കമ്പനി ഈ ബ്രാൻഡിന് ഓതറൈസ് ആയിട്ട് മോഡലുകൾ ക്രിയേറ്റ് ചെയ്യാനുള്ള ലൈസൻസ് കൊടുത്തുകൊണ്ടുള്ള ഒരു ലെറ്റർ ആയിരിക്കും. ഇത് റിയലി വാല്യൂബിൾ ലെറ്റർ ആണ്. കാരണം ഇതൊരു റെയർ മോഡലാണ്, ലിമിറ്റഡ് എഡിഷൻ സാധനങ്ങളാണ് വരാറ്. അപ്പോൾ ഇങ്ങനെ ഒരു ലെറ്റർ ഉണ്ടെങ്കിൽ ഇതിന്റെ വാല്യൂ ഭയങ്കര ഹൈ ആണ്. ഇത് കളക്ട് ചെയ്യണവർക്ക് ഇത് പറഞ്ഞാൽ മനസ്സിലാവുന്നതാണ്. അപ്പൊ നമുക്ക് ഇതൊന്ന് അൺബോക്സ് ചെയ്യാം. ലെറ്ററൊക്കെ കീറിയിട്ടുണ്ട് ചെറുതായിട്ട്. ഇങ്ങനെയുണ്ട്. അൺബോക്സ് ചെയ്യാം. അപ്പോ കുറച്ചധികം ലെറ്റർ ഉണ്ട്. അപ്പോ 2-3 ഉണ്ടെന്ന് തോന്നുന്നു. അപ്പൊ നമുക്ക് ലെറ്റർ ഒന്ന് മാറ്റി വെക്കാം. ഇതാണ് നമ്മുടെ വണ്ടി, അതായത് 1953 കോർവെറ്റ്. ആക്ച്വലി ഇതിന്റെ നെയിം പറയുവാണെങ്കിൽ ഇതൊരു സ്പോർട്സ് ലൈൻ കാറാണ്. അത് ആദ്യമായിട്ട് അവര് കോർവെറ്റ് സ്പോർട്സിന്റെ ആ ഒരു സെക്ഷനിലേക്ക് വേണ്ടി ബിൽഡ് ചെയ്ത കാറാണ്. അപ്പൊ ഷെവി കോർവെറ്റ് C1. അപ്പൊ ഇതാണ് നമ്മുടെ വണ്ടി. ഇനി നമുക്ക് ഓരോ ലെറ്റർ ആയിട്ട് നോക്കാം. അപ്പൊ നമുക്ക് ഈ ലെറ്ററിൽ ഇവിടെ അമേരിക്ക എൻഡേഴ്സ് ദ ഫാസ്റ്റ് ലൈൻ എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് ഞാൻ പറഞ്ഞ പോലെ തന്നെ ഒരു സ്പോർട്സ് കാറിന് വേണ്ടി ആ ഒരു മേഖലയിലേക്ക് അവർ എൻറ്റർ ചെയ്തുകൊണ്ട് ഇറക്കിയ ഒരു മോഡലാണിത്. ഈ 1953 എന്ന് പറയുമ്പോൾ നമ്മുടെ ഞാൻ പറയുകയാണെങ്കിൽ ലൈക്ക് ഈ 1950s ആൻഡ് 60s ഉണ്ടല്ലോ, അത് അമേരിക്കൻ കാർ മേഖലയിൽ ഒരുപാട് മാറ്റങ്ങൾ സൃഷ്ടിച്ച ഒരു കാലഘട്ടമായിട്ട് ഞാൻ വായിച്ചിട്ടുണ്ട്. കാരണം ഞാൻ ഈ കാറിനെ ഇഷ്ടപ്പെടുന്നു, കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നു. അതൊക്കെ നമ്മളൊരു ചിന്തിക്കുക, നമ്മൾ ആദ്യം അങ്ങനെ അതിനെ കുറിച്ചുള്ള കാര്യങ്ങൾ നോക്കുമല്ലോ. അപ്പൊ ഞാൻ എവിടെയോ വായിച്ചിട്ടുള്ളതാണ് ഈ 1950s 60s അതൊക്കെ ഭയങ്കരമായിട്ട് അമേരിക്കൻ കാർ മേഖലയിൽ ഭയങ്കര വ്യത്യാസങ്ങൾ, പുതിയ പുതിയ മോഡലുകൾ, ഇപ്പോഴത്തെ പടക്കുതിരകൾ എന്ന് നമുക്ക് പറയാം. കാരണം ഞാൻ പറയുവാണെങ്കിൽ ഇപ്പൊ ഫോർഡ് മസ്താങ് ഞങ്ങളൊരു വീഡിയോ ചെയ്തിരുന്നു. ഇപ്പൊ ഫോർഡ് മസ്താങ് ഇപ്പോ അതിന്റെ ഒരു മറ്റേ കാർ ഇൻഡസ്ട്രിയിലേക്ക് കടന്നു വന്നത് തന്നെ ഈ 1950s 60s ആ ഒരു കാലഘട്ടത്തിലാണ്. അപ്പൊ ഒരുപാട് ലെജൻഡറി വണ്ടികൾ നമുക്ക് സമ്മാനിച്ച ഒരു കാലഘട്ടമായിട്ട് നമുക്ക് 1950s 60s പറയാം.
അപ്പോൾ കമ്മിങ് ടു ദ പോയിന്റ്, നമുക്ക് നമ്മുടെ കയ്യിലുള്ളത് കുറിച്ച് സംസാരിക്കാം. ഇപ്പൊ ഇതൊരു ഓതറൈസേഷൻ ലെറ്റർ ആണ്. ഞാൻ പറഞ്ഞ പോലെ തന്നെ സർട്ടിഫിക്കറ്റ് ഓഫ് ഓതന്റിസിറ്റി 1953 കോർവെറ്റ് എന്നത് കൊടുത്തിട്ടുണ്ട്. ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. ഇതാണ് സർട്ടിഫിക്കറ്റ്. ഈ ഒരു സർട്ടിഫിക്കറ്റ് വെറും ഒരു പേപ്പർ അല്ലേ എന്നും നമുക്ക് പറയാൻ പാടില്ല. കാരണം ഇതൊരു റിയലി വാല്യൂബിൾ സാധനമാണ്. കാരണം ഇത് റെയർ ആണ്. ഒബ്വിയസ്ലി നമുക്കറിയാം, എന്തൊരു സാധനം റെയർ ആയിട്ട് അല്ലെങ്കിൽ ലിമിറ്റഡ് എഡിഷൻ ആയിട്ട് ഇറങ്ങും അതിന്റെ വാല്യൂ കൂടുതലായിരിക്കും. അപ്പൊ അതുപോലെ തന്നെയാണ് ഈ ഒരു മോഡലും. അത് നമ്മൾ കളക്ട് ചെയ്യുന്ന കാറിന് ഇഷ്ടപ്പെടുന്നവർക്ക് അതിന്റെ ഒരു വാല്യൂ നമുക്ക് മനസ്സിലാവും. പിന്നെ എന്നെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് വിന്റേജ് കാർസ് ഒരുപാട് ഇഷ്ടമാണ്. ഇപ്പൊ നമുക്ക് വിന്റേജ് കാർസ് ഒന്നും അങ്ങനെ റോഡിലോ ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ നമുക്ക് അങ്ങനെ കാണാൻ കഴിയില്ല. കാരണം അതിന്റെ ഒരു മോഡലുകളും അങ്ങനെയൊന്നും നമുക്കിപ്പോ കാണാൻ കഴിയില്ല. നമുക്കിപ്പോ കാണാൻ സാധിക്കുന്നത് തന്നെ എപ്പോഴാണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിപ്പോ വല്ല റോഡ് ഷോസിനോ അങ്ങനെ എന്തെങ്കിലും പരിപാടിക്ക് ഇങ്ങനെ കൊണ്ട് പ്രദർശിപ്പിക്കുന്നതായിട്ട് നമുക്ക് കാണാവുന്നല്ലാണ്ട് നമുക്ക് റോഡിലൂടെ പോകുന്നൊന്നും അങ്ങനെ കാണാൻ കഴിയാറില്ല പൊതുവെ നമ്മുടെ റോഡുകളിൽ. അപ്പൊ അത് ഓതന്റിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് നമുക്ക് അങ്ങ് മാറ്റി വയ്ക്കാം. അടുത്ത പേപ്പർ എന്താണെന്ന് ചോദിച്ചാൽ, ഓ ഗായ്സ്, ഇതൊക്കെ എന്തുകൊണ്ടാണ് നമ്മൾ ഈ മോഡലുകൾ അത്ര ഇഷ്ടപ്പെടുന്നത്? കാരണം ഇത് അവര് വിശദമായിട്ട് എഴുതിയിട്ടുണ്ട്. ഇത് എങ്ങനെയാണ് അത് ബിൽഡ് ചെയ്തിരിക്കുന്നത്, ഇതെങ്ങനെയാണ് കെയർ ചെയ്യേണ്ടത് എന്നുള്ളതിന്റെ ഒരു സർട്ടിഫിക്കറ്റ് ആണ് ഈ കാണുന്നത്. കാരണം ഇവിടെ പറയുന്നുണ്ട് എങ്ങനെ അത് അൺപാക്ക് ചെയ്യണം, എങ്ങനെ ആ പെയിന്റ് ജോബ്സ് കെയർ ചെയ്യണം, ഇതിന്റെ വർക്കിംഗ് ഫീച്ചേഴ്സ് കൊടുത്തിട്ടുണ്ട്. പിന്നെ സ്റ്റിയറിംഗ് ഡിപ്പാർട്ട്മെന്റിനെ കുറിച്ച് ഒരു പറയുന്നുണ്ട്, എങ്ങനെ അത് നോക്കണം. പിന്നെ അങ്ങനെ ഓരോ പാർട്സും എങ്ങനെ നമ്മൾ എങ്ങനെ പ്രവർത്തിപ്പിക്കണം എന്ന് ഇതിൽ എഴുതിയിട്ടുണ്ട്. അതെനിക്ക് ഭയങ്കര എക്സൈറ്റിംഗ് ആയിട്ട് തോന്നി. അങ്ങനെ ഞാൻ ഇതുവരെ കണ്ടിട്ടില്ല ഇങ്ങനെ ഇത്രയും കാര്യമായിട്ട് എഴുതിയിട്ടൊന്നും. പിന്നെ അടുത്തതെന്ന് പറയുന്നത്, അതെ, ഈ ബ്രാൻഡ് എന്ന് പറയുന്നത് ഫ്രാങ്ക്ലിൻ മിന്റ് പ്രിസിഷൻ മോഡൽസ് ആണ്. അവരുടെ ഒരു ലെറ്റർ ആണ്. കളക്ടേഴ്സ് ഇത് ഒബ്വിയസ്ലി ഒരു കാർ കളക്ടർ ആയിരിക്കും കളക്ട് ചെയ്യുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടിയുള്ള ഒരു ലെറ്റർ ആണിത്. ഞാൻ നിങ്ങൾക്ക് കൂടെ കാണിച്ചു തന്നേക്കാം. അവരുടെ ഡയറക്ടറൊക്കെ സൈൻ ചെയ്തിട്ടുള്ള ഒരു ലെറ്റർ. പിന്നെ ഉള്ളത് എനിക്ക് തോന്നുന്നു ഇതൊരു പോസ്റ്ററാണ്. അതെ, നമ്മുടെ ഈ മോഡൽ, ഈ പെർട്ടിക്കുലർ മോഡലിനെ കുറിച്ചുള്ള ഒരു പോസ്റ്ററാണ്. 1953 അമേരിക്ക എൻഡേഴ്സ് ദ ഫാസ്റ്റ് ലൈൻ. ഞാൻ പറഞ്ഞു, ഇത് ആദ്യമായിട്ട് അവർ കോർവെറ്റ് ഇറക്കിയ ഒരു സ്പോർട്സ് മോഡലാണ്. ഇവിടെ നമുക്ക് കാണാം, കാറ് കാണാം, അതിന്റെ ഓരോ പാർട്സ് സ്റ്റിയറിംഗ് ആയാലും ഹുഡ് ആയാലും ട്രങ്ക് ആയാലും എഞ്ചിൻ റൂം ആയാലും ഒക്കെ നമുക്ക് വിശദമായിട്ട് അത് ഡിഫൈൻ ചെയ്തുകൊണ്ടുള്ള ഒരു പോസ്റ്റർ. അതൊക്കെ നമ്മൾ റിയൽ ആയിട്ട് അൺബോക്സ് ചെയ്ത് നമുക്ക് എക്സ്പീരിയൻസ് ചെയ്യാവുന്നതാണ്. ഇത് നമുക്ക് എന്ത് മാറ്റി വെക്കാം. സോ ഇനി നമുക്ക് കാണാനുള്ളത് 1950 ആണ്. ഓക്കെ, നമ്മൾ ഡെലിവറി എടുക്കാൻ പോകുമ്പോൾ നമ്മുടെ വണ്ടി നമ്മൾ അൺവീൽ ചെയ്യും, ഇങ്ങനെ മറ്റേ ക്ലോത്ത് ഒക്കെ മാറ്റിയിട്ട്. അതേപോലെ നമുക്ക് ഇതൊന്ന് അൺവീൽ ചെയ്തേക്കാം. ഞാൻ നിങ്ങളുടെ മുന്നിലാണ് അൺവീൽ ചെയ്യുന്നത് ആദ്യമായിട്ട്. ഇതാണ് കോർവെറ്റിന്റെ പകുതി. കോർവെറ്റ് ഇങ്ങനെയാണ് അവര് നമുക്ക് പ്രസന്റ് ചെയ്തേക്കുന്നത്. അപ്പൊ നമുക്ക് പതിയെ ഇതൊന്ന് എടുക്കാം. ഓക്കെ ഗായ്സ്, ദിസ് ഈസ് അവർ കാർ. ഞാനിതൊന്ന് നോക്കട്ടെ ആദ്യം തന്നെ. ഇതിന്റെ സ്റ്റിയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഒക്കെ റിയലി പ്രിസൈസ്ഡ് ആയിട്ട് എഞ്ചിനീയർ ചെയ്തേക്കണാണ്. പിന്നെ ഞാനൊരു കാര്യം പറഞ്ഞു എന്ന് എനിക്കറിയില്ല, ഈ ഫ്രാങ്ക്ലിൻ മിന്റ് ബ്രാൻഡ് പുറത്തിറക്കുന്ന മോഡൽസ് അവരുടെ ഒരു ക്രാഫ്റ്റ്മാൻ മന്ത്സോളം, അല്ല 2 or 3 months ഹാൻഡ് മെയ്ഡ് ആയിട്ട് മേക്ക് ചെയ്യുന്ന മോഡൽസ് ആണ് അവർ പുറത്തിറക്കാറ്.
നിങ്ങളിത് വിശ്വസിക്കൂ ഗൈസ്, ഇത് ഹാൻഡ് മെയ്ഡ് ആയിട്ട് പുറത്തിറക്കിയ കാറാണെന്ന് നിങ്ങൾ വിശ്വസിക്കൂ? ആ ആ ഒരു ഫിനിഷ് കണ്ടോ ഗൈസ്, ഇത്രയും മനോഹരം. ഇത് നല്ല അത്യാവശ്യം വെയിറ്റ് ഉണ്ട് ഇതിന്. അതായത് ക്വാളിറ്റി മെറ്റൽസ് ഒക്കെ ഉപയോഗിച്ച് നന്നായിട്ട് ബിൽഡ് ചെയ്ത്, നല്ല പ്രിസൈസ് ആയിട്ട് ബിൽഡ് ചെയ്തേക്കുന്ന ഒരു കാറ്. 1953 C1 കോർവെറ്റ് ആണ് നമ്മളിപ്പോൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ നമുക്ക് ഇനി റോഡുകളിലൊന്നും കാണാനോ എക്സ്പീരിയൻസ് ചെയ്യാനോ ഒന്നും പറ്റില്ല. കണ്ടോ ഗൈസ്, ക്രോം പ്ലേറ്റഡ് അലോയ് വീൽസ് ആണ് വന്നേക്കുന്നത്, റബ്ബറാണ് ടയേഴ്സ്. പിന്നെ എനിക്കിതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ടത് ആ മറ്റേ ഫ്രണ്ട് ഗ്രില്ലിൽ കൊടുത്തേക്കുന്ന ആ ഒരു ഡിസൈൻ കണ്ടോ. ഫ്രണ്ട് ഗ്രില്ലല്ല, ആ ഒരു ഗ്രിൽ ഡിസൈൻ ഓൺ ദ ഹെഡ്ലൈറ്റ് കണ്ടോ. ഹെഡ്ലൈറ്റിൽ കൊടുത്തേക്കുന്ന ഗ്രിൽ ഡിസൈൻസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. പിന്നെ ആ ഒരു ക്യൂട്ട്നെസ് കണ്ടോ വണ്ടിയുടെ. നമ്മുടെ മറ്റേ സിനിമകളിലൊക്കെ കാണാറില്ലേ ഒരു കാറുകൾ, അതിന്റെ ഒരു ക്യൂട്ട്നെസ് കാണുന്നുണ്ട്. ഹെർബി എന്ന് പറഞ്ഞ കാറിലൊക്കെ നമുക്കൊരു ക്യൂട്ട്നെസ് തോന്നിയായിരുന്നു ആ കാറ് നമ്മൾ കാണുമ്പോൾ. അപ്പോൾ അതേപോലെ ഒരു ക്യൂട്ടായിട്ടുള്ള ഒരു വണ്ടി. ഇനി നമുക്കത് കൂടുതലായിട്ട് നമുക്ക് ഓരോ പാർട്സ് ആയിട്ട് നോക്കാം. സോ നമുക്ക് ആദ്യം ഡോർസ് ഓപ്പൺ ചെയ്യാം. ഓബ്വിയസ്ലി ഒരു 45 ഡിഗ്രി തുറക്കുന്ന ഒരു ഡോർസ് ആണ് വന്നേക്കുന്നത്. പിന്നെ സ്റ്റിയറിംഗ് ഡിപ്പാർട്ട്മെന്റ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തന്നെ കണ്ടോ ഗൈസ്. ആ അടിയിലുള്ള മാറ്റൊക്കെ കണ്ടോ, അതിൻ്റെ ഒരു ഒറിജിനാലിറ്റി നിങ്ങൾ നോക്ക്. പിന്നെ ഈ സ്റ്റിയറിംഗ് ഡിപ്പാർട്ട്മെന്റിലുള്ള മീറ്റർ കൺസോൾസ് ആയാലും സ്റ്റിയറിംഗിന്റെ ഉള്ളിലുള്ള ക്രോം പ്ലേറ്റ് റിംഗ് ആയാലും എല്ലാം അന്നത്തെ കാലത്തുള്ള കോർവെറ്റ് C1 അതേപോലെ ഹാൻഡ് മെയ്ഡ് ആയിട്ട് നിർമ്മിച്ചിട്ടുള്ള എഞ്ചിനീയർ ചെയ്തിട്ടുള്ളതെന്ന് ഞാൻ പറയാം. അത്രയും പ്രിസൈസ്ഡ് ആയിട്ടാണ് അവർ ചെയ്തേക്കുന്നത്, അത്രയും ഡീറ്റെയിൽഡ് ആയിട്ട് അവരത് ബിൽഡ് ചെയ്തിട്ടുണ്ട്. പിന്നെ നമുക്ക് കാർ ഇവിടെ വയ്ക്കാം. ഇനി നമുക്ക് പറയാനുള്ളത് അതിൻ്റെ ട്രങ്കിനെ കുറിച്ചാണ്. ട്രങ്ക് ഒന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ട്രങ്ക് നമ്മുടെ ഇന്റീരിയറിനോട് മാച്ച് ആകുന്ന തരത്തിൽ, അതായത് ഇന്റീരിയർ റെഡ് ആയിട്ടാണ് വന്നേക്കുന്നത്, അതിൻ്റെ അതേപോലെയുള്ളൊരു ട്രങ്ക്, റെഡിനോട് ചേർന്ന് നിൽക്കുന്ന അല്ലെങ്കിൽ ഒഴുകി നിൽക്കുന്ന ഒരു മനോഹരമായ ട്രങ്ക് നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. പിന്നെ അതിൻ്റെ ബാക്ക് ലൈറ്റ്സ് ആയാലും അത്രയും പ്രിസൈസ് ആയിട്ട് അവർ ചെയ്തിട്ടുണ്ട് എന്നുള്ളതാണ്. നിങ്ങൾ ക്യാമറയിൽ ഇത് എത്ര എക്സ്പീരിയൻസ് ചെയ്യാൻ പറ്റുമെന്ന് അറിയില്ല, പക്ഷേ കാറിന് ഇഷ്ടപ്പെടുന്നവർക്ക് ഇതൊക്കെ ഒരു എക്സൈറ്റിംഗ് അല്ലെങ്കിൽ ഭയങ്കര സന്തോഷം നൽകുന്ന കാര്യമാണ്. ഇനി നമുക്ക് ഡോറ് പതുക്കെ അടച്ച് നമുക്ക് അണ്ടർ ബോഡി നോക്കാം. ഗായ്സ്, ഞാനിത് വായിച്ചായിരുന്നു. 1953 മോഡൽ C1 കോർവെറ്റിൽ ബ്ലൂ ഫ്ലെയിം എഞ്ചിനാണ് അവർ അവതരിപ്പിച്ചിട്ടുള്ളത്. അതൊരു സ്പോർട്സ് എഡിഷൻ ആയതുകൊണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. ഒരു ബ്ലൂ ഫ്ലെയിം എഞ്ചിനാണ് അവർ അവതരിപ്പിച്ചായിരുന്നത്. ആ ബ്ലൂ ഫ്ലെയിം എഞ്ചിനാണ് അവർ അവതരിപ്പിച്ചിട്ടുള്ളത്. അതൊരു സ്പോർട്സ് എഡിഷൻ ആയതുകൊണ്ടാണോ എന്നൊന്നും എനിക്കറിയില്ല. ഒരു ബ്ലൂ ഫ്ലെയിം എഞ്ചിനാണ് അവർ അവതരിപ്പിച്ചായിരുന്നത്. ആ ബ്ലൂ ഫ്ലെയിം എഞ്ചിനെ ഓർമ്മിപ്പിക്കുന്ന അല്ലെങ്കിൽ അതേപോലെയുള്ള ബ്ലൂ കളേർഡ് എഞ്ചിൻ നമുക്കിവിടെ കാണാം. അണ്ടർ ബോഡിയൊക്കെ നന്നായിട്ട് ഡീറ്റെയിൽ ചെയ്തിട്ടുണ്ട് കേട്ടോ. കണ്ടോ, എല്ലാം നമുക്ക് കാണുമ്പോൾ നമുക്ക് മനസ്സിലാവാത്ത പാകത്തിന് ശരിക്കുള്ള കാർ എങ്ങനെയായിരുന്നോ അതിൻ്റെ പോലെ തന്നെ അവർ ഡീറ്റെയിൽഡ് ആയിട്ട് പ്രിസൈസ് ആയിട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇവന്റെ എൻജിൻ റൂം കാണാം ഗൈസ്. നിങ്ങൾക്ക് എന്തോ ഒരു എക്സൈറ്റ്മെന്റ് ഉണ്ട് എൻജിൻ റൂമൊക്കെ കാണാൻ എന്ന് എനിക്കറിയില്ല. കാരണം നമ്മൾ ആ പണ്ടത്തെ ഒരു വണ്ടിയുടെ എൻജിൻ റൂം നമ്മൾ കാണാൻ പോവുകയാണ്. അപ്പോൾ ഓക്കെ, ഹിയർ ഇറ്റ് ഈസ്. ഇതാണ് ഇവന്റെ എൻജിൻ റൂം. കണ്ടോ ഗൈസ്, അതിൽ ആ ബ്ലൂ കളറിലുള്ളതാണ് ഇവന്റെ എൻജിൻ, ഇവന്റെ ഹൃദയം എന്ന് നമുക്ക് പറയാം. ആ സിലിണ്ടേഴ്സ് ഒക്കെ ആയാലും അത്രയും ഡീറ്റെയിൽഡ് ആയിട്ടാണ് അവർ ചെയ്തേക്കുന്നത്. എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു. അത് ആ ഡീറ്റെയിലിംഗ് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഇപ്പൊ പല കാറുകളും മെഷീൻസ് വെച്ചാണ് ബിൽഡ് ചെയ്യുന്നത്, പക്ഷെ ഈ ബ്രാൻഡ് എന്ന് പറയുന്നത് അവർ ഹാൻഡ് മെയ്ഡാണ്. ഹാൻഡ് മെയ്ഡ് ആയിട്ട് ഇത്രയും പ്രിസൈസ്ഡ് ആയിട്ട് ഒരു എൻജിൻ അവരെങ്ങനെ ബിൽഡ് ചെയ്തു എന്ന് എനിക്കറിയില്ല. അത്രയ്ക്ക് മനോഹരമായിട്ട്
ഉണ്ട്. ഈ ഹുഡ് ഇങ്ങനെ നേരെ നിൽക്കുന്നില്ല, എന്താ? ഓക്കെ, ഇത് ഇച്ചിരി ലൂസാണിത്. അത് ഹാൻഡ് മെയ്ഡ് ആയോണ്ട് ആവണം. ഓക്കെ, നമുക്ക് ഹുഡ് ഇങ്ങനെ വെക്കാം. ഹുഡ് ഇങ്ങനെ വെച്ച് നമുക്ക് നോക്കാം. കണ്ടോ ഗൈസ്, അത്രയ്ക്ക് ഡീറ്റെയിൽഡ് ആയിട്ടുള്ള എൻജിൻ. അപ്പോൾ നിങ്ങൾക്ക് കോർവെറ്റ് C1ന്റെ വിശേഷങ്ങൾ ഇഷ്ടമായെന്ന് കരുതുന്നു. ഓരോ വണ്ടി പ്രേമിക്കും അല്ലെങ്കിൽ ഓരോ കാർ കളക്ടേഴ്സിനും ഓരോ മോഡൽസ് കയ്യിൽ കിട്ടുമ്പോൾ അത് എക്സ്പീരിയൻസ് ചെയ്യാനുള്ളതും അത് എൻജോയ് ചെയ്യാനുള്ളതുമായ ഒരു ഇഷ്ടമുണ്ട്. അതാണ് എനിക്കിപ്പോൾ ഇവിടെ നിങ്ങളോട് സംസാരിക്കാനുള്ളത്. എന്നെ പോലെ ഒരുപാട് ആൾക്കാരുണ്ടാവും കാറ് കളക്ട് ചെയ്യാനും അങ്ങനെ ഇഷ്ടപ്പെടുന്നു. അപ്പോൾ അവർക്ക് വേണ്ടിയിട്ടുള്ളതാണ് ഈ വീഡിയോ. അപ്പോൾ നമ്മുടെ കയ്യിലിരിക്കുന്ന 1:24 സ്കെയിൽ കുഞ്ഞൻ കോർവെറ്റ് C1 1953 വിൻറ്റേജ് കരുത്തനെ നമ്മൾ ഇന്ന് പരിചയപ്പെട്ടു. അപ്പോൾ എല്ലാവർക്കും ഞങ്ങളുടെ വീഡിയോ ഇഷ്ടമായെന്ന് ഞാൻ കരുതുന്നു. കാരണം ഞങ്ങൾക്ക് ഇത് ചെയ്യുമ്പോൾ ഓരോ സന്തോഷമാണ്. ഞങ്ങളുടെ കാറുകൾ ഇങ്ങനെ കാണിക്കുമ്പോഴും അല്ലെങ്കിൽ നിങ്ങൾ കൂടെ കാണണമെന്ന് ഞങ്ങൾ ആഗ്രഹിക്കുന്നത് ഞങ്ങളുടെ സന്തോഷമാണ്. കാരണം ഒത്തിരി പേരുണ്ടാവും ഞങ്ങളെ പോലെ ഇങ്ങനെ കാറ് കളക്ട് ചെയ്യാൻ ആഗ്രഹിക്കുന്നത്. അപ്പോൾ അവർക്ക് വേണ്ടി ഞങ്ങൾ ചെയ്യുന്ന വീഡിയോ ആണിത്. അപ്പോൾ കാറ് ഇഷ്ടപ്പെട്ടവർ, ഞങ്ങളെ ഇഷ്ടപ്പെടുന്നവർ, കാറ് ഇഷ്ടപ്പെടുന്നവർ ഞങ്ങളുടെ കൂടെ ലൈക്ക് ചെയ്ത് ഷെയർ ചെയ്ത് സപ്പോർട്ട് ചെയ്ത് ഞങ്ങളുടെ കൂടെ ഉണ്ടാവണം. അപ്പോൾ അടുത്ത വീഡിയോ കാണുന്നതുവരേക്കും ബൈ.